ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഭർത്താവില്ലാത്തൊരു സ്ത്രീ സ്വന്തം കട്ടിലിനെ ഭർത്താവായി തന്നെ കണ്ട് ആ ഒരു കട്ടിലിനെ ഒരുപാട് പ്രണയിക്കുന്നു. എന്നാൽ അതുപോലെ മറ്റൊരു കഥയുമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അറിയാതെ ഒരേ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അവരതേ കട്ടിൽ തന്നെയാണ് ഉറങ്ങുന്നതെന്ന് പരസ്പരം അറിയത്തേയില്ല. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ രുക്മാംഗദനെ തേടി വരുന്ന ടൈ കിട്ടിയ 4 പേരെയാണ്. കൂടെ കൂട്ടുകാരനെയും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ രുക്മാംഗദൻ കാറും എടുത്തു പോകും. കൂട്ടുകാരനും ഓടിപ്പോകും. അന്നേ ദിവസം രാത്രി സിറ്റിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ കൂട്ടുകാരനെയും കൂട്ടി വീണ്ടും ആ 4 പേരെത്തും. വേറെ വഴിയില്ലാതെ അവരുടെ നേരെ കാർ ഓടിച്ചു കൊണ്ടുവന്ന് അവരുടെ ബൈക്കും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് രുക്മാംഗദൻ കടന്നു പോകുന്നതും. ആ കാറുമായി പിന്നീട് രുക്മാംഗദൻ എത്തുന്നത് ഒരു വർക്ക്ഷോപ്പിലേക്കായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൻ ആ കാറിനെ പരിപാലിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ പരിക്ക് കാറിന് പറ്റിയിട്ടുണ്ട്. മറ്റൊരു വശത്ത് കട്ടിലിനെ സ്വന്തം ഭർത്താവിനെ പോലെ കാണുന്ന അക്കമ്മയെ കാണിക്കുന്നു. ഭർത്താവ് ഗിഫ്റ്റ് കൊടുത്ത കട്ടിലാണത്. അക്കമ്മ തന്റെ ഭർത്താവിനെ ഓർത്ത് കട്ടിലിരുന്നപ്പോഴാ കട്ടിലൊടിഞ്ഞു പോയത്. ആശാരിയുടെ അടുത്ത് കൊണ്ടുപോയി കട്ടിലിൽ ശരിയാക്കി അക്കമ്മ തന്റെ ഫ്ളാറ്റിലേക്ക് വരും. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന മധുമിയയും ഉണ്ടായിരുന്നു. അക്കമ്മയ്ക്ക് 2 ഫ്ളാറ്റ് ഉണ്ട്. അതിലൊന്നാണ് മധുമിയ വാടകയ്ക്ക് താമസിക്കുന്നതും. ഈ കട്ടിലുമായി അക്കമ്മയ്ക്ക് എന്താ ഇത്ര അറ്റാച്ച്മെന്റ് എന്ന് മധുമിയ ചോദിക്കുമ്പോൾ, ഞാനും എന്റെ ഭർത്താവും 7 മാസവും 300 ദിവസവുമാണ് ഈ കട്ടിലിൽ ഒരുമിച്ച് കിടന്നത്. ഭർത്താവ് പോയതിൽ പിന്നെ ഈ കട്ടിലിനെ ഞാൻ എന്റെ ഭർത്താവായി കണ്ടെന്നും അക്കമ്മ പറയുന്നു. മറ്റൊരു വശത്ത് കറങ്ങി തിരിഞ്ഞ് രുക്മാംഗദൻ കൂട്ടുകാരനായ ഗാംഗുലിക്കടുത്തെത്തും. ആ ഒരു സംഭവത്തിൽ ഗാംഗുലിയുടെ കാലൊടിഞ്ഞിരുന്നു. ദേഷ്യത്തിലവൻ രുക്മാംഗദനെ ഒരുപാട് വഴക്ക് പറയും. കൂടാതെ അവന്റെ സാധനങ്ങളെല്ലാം തന്റെ വീട്ടിൽ നിന്നും എടുത്ത് പുറത്തിട്ടു. ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ. നീ ഇനി ഇവിടെ നിൽക്കണ്ട, അവർ നിന്നെ വെച്ചേക്കില്ല. കാശ് വല്ലതുമുണ്ടോ എന്ന് ഗാംഗുലി ചോദിക്കുമ്പോൾ, വേണ്ട, ഞാൻ എന്റെ കാറിൽ താമസിക്കുമെന്ന് പറഞ്ഞ് രുക്മാംഗദൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് അവൻ കാറിലാണ് കഴിച്ചു കൂട്ടുന്നതും. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ് മധുമിയ ഗ്യാസിൽ വെള്ളം വെച്ചിരിക്കുന്നത് ഓർക്കുന്നു. തിരിച്ചോടി വന്നപ്പോഴേക്കും പാത്രം ഏകദേശം കരിഞ്ഞിരുന്നു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടതും. അപ്പോൾ അക്കമ്മ അവിടേക്ക് കയറി വരും. വിവരമറിഞ്ഞ അക്കമ്മ പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ചുറ്റുപാടും ശ്രദ്ധിക്കണം. അക്കമ്മയുടെ മലയാളം കേട്ട് നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ എന്ന് മധുമിയും ചോദിക്കുമ്പോൾ, ഞാനേ ചിറ്റൂരുള്ളതാ, എന്റെ കാതൽ മന്നൻ തഞ്ചാവൂരും. അങ്ങനെ അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അക്കമ്മയുടെ യഥാർത്ഥ പേരെന്തെന്ന് മധുമിയെ ചോദിച്ചപ്പോൾ അത് പറയാൻ അക്കമ്മ കൂട്ടാക്കിയില്ല. എന്റെ ഭർത്താവിനെ അക്കമ്മ എന്നാ വിളിക്കുന്നത്. അത് മാത്രമാണ് അക്കമ്മ പറഞ്ഞതും. മറ്റൊരു വശത്ത് മധുമിയയുടെ അച്ഛനെയും അമ്മയെയും കാണിക്കും. വീട് വിട്ടിറങ്ങിപ്പോയ മധുമിയെ പറ്റി അന്വേഷിക്കാനായിട്ട് അമ്മ പറയും. സഹോദരിയായ ദേവുവിനെ മധുമിയെ വിളിച്ചിരുന്ന കാര്യവും അമ്മ പറയുകയാണ്. അതിനൊന്നും പറ്റില്ലെന്ന് അച്ഛൻ പറയുമെങ്കിലും അച്ഛൻ അവളെ അന്വേഷിച്ചു പോകുന്നു. ഒരു വാഴക്കുലയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ മകളെ കണ്ടു കിട്ടിയില്ല. എന്നാൽ വഴിയിൽ സ്കൂട്ടർ കേടായി നിന്ന അക്കമ്മയെ അച്ഛൻ കാണുന്നു. അക്കമ്മയെ അച്ഛൻ സഹായിക്കുകയും ചെയ്തു. അക്കമ്മ അനാഥ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുവാൻ പോകുന്നതാണെന്ന് അറിഞ്ഞതിനാൽ തന്റെ കൈവശമുണ്ടായിരുന്ന വാഴക്കുല അക്കമ്മയ്ക്ക് നൽകി. അക്കമ്മ അതും കൂടി കുട്ടികൾക്ക് നൽകി. കുറച്ച് മധുമിയയ്ക്ക് നൽകി. സ്വന്തം അച്ഛൻ നൽകിയതാണെന്നറിയാതെ അവൾ അത് ആസ്വദിച്ച് കഴിച്ചു. അക്കമ്മ തനിക്ക് ഭർത്താവിനെ മിസ് ചെയ്യുന്ന കാര്യം മധുമിയയോട് വിളിച്ചു പറയും. അക്കമ്മയുടെ യഥാർത്ഥ പേര് ഇനിയെങ്കിലും പറയാനായി പറഞ്ഞപ്പോൾ അക്കമ്മ തന്റെ പേര് പറയും, ത്രിപുര സുന്ദരി. അത് കേട്ട് മധുമിയയ്ക്കും സന്തോഷമായി. അതിനുശേഷം കാണിക്കുന്നത് രുക്മാംഗദനെയാണ്. രുക്മാംഗദനെ തേടി 4 പേരും വീണ്ടും എത്തും. അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഒടുവിൽ അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകും. ഇവർ ഒരു 11 പേർ ചേർന്ന് ഒരു കമ്പനി തുടങ്ങിയിരുന്നു. അത് പൊട്ടിപ്പോയപ്പോൾ ഇപ്പോൾ രുക്മാംഗദനെയും 2 കൂട്ടുകാരെയും ഒറ്റപ്പെടുത്തി ബാക്കിയുള്ളവർ. പലിശക്കാർക്ക് ഇവർ 3 പേരുമാണ് ഒപ്പിട്ട് കൊടുത്തതും. അതുകൊണ്ടാണ് ഇവരെ കൊല്ലുവാനായി ശ്രമിക്കുന്നതും പലിശക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നതും. രുക്മാംഗദൻ ഊബർ ടാക്സിയുടെ വർക്കും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ തന്റെ കൂട്ടുകാരി കായലിൽ ചാടിയതിനാൽ കൂട്ടുകാരിയെ കാണണമെന്ന് കരഞ്ഞ ഭാര്യയെ ഭർത്താവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാനായിട്ട് രുക്മാംഗദന്റെ കാർ ഏർപ്പാടാക്കി. പക്ഷേ അവർ നേരിൽ കാണാത്ത ഒരാൾക്കൊപ്പം ഒളിച്ചോടാനായിരുന്നു പ്ലാൻ. പോകുന്ന വഴിക്ക് അവരുടെ കാമുകൻ കാറിൽ കയറി. അയാളെ കണ്ട് അവർ ഞെട്ടി. അയാളുടെ 2 കൂട്ടുകാരും മറ്റൊരു കാറിലുണ്ടായിരുന്നു. സംഭവം വശപ്പിശകാണെന്ന് മനസ്സിലാക്കിയ രുക്മാംഗദൻ അയാളെ പിടിച്ചിറക്കി 2 പൊട്ടിച്ചു. അയാൾ അവിടെ നിന്നും പേടിച്ചോടുകയും ചെയ്തു. എന്നിട്ട് അവരെയും ഒരുപാട് അവൻ വഴക്ക് പറയും. തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. ഭർത്താവ് ബൈക്കിൽ വന്നപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് കള്ളം പറഞ്ഞ് ഭാര്യ അകത്തേക്ക് കയറിപ്പോയി. ഭർത്താവ് രുക്മാംഗദൻ അടുത്തെത്തിയിട്ട്,
രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ സഹായിക്കണ്ടേ? അല്ലെങ്കിൽ ഇനിയും കൂട്ടുകാരി വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞിട്ട് അവൾ പോകുവാനായി ഒരുങ്ങും. ഇയാള് കൊള്ളാമല്ലോ, പൊറോട്ട മാവ് അടിക്കും പോലെയല്ലേ അടിച്ചതെന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രുക്മാംഗദൻ അവിടെ നിന്ന് പോകുന്നു. തന്റെ ഭാര്യയുടെ കള്ളത്തരം ഭർത്താവിന് മുൻപേ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളെ ഫോളോ ചെയ്ത് പോയതായിരിക്കാം. പുതിയ ജോലി കിട്ടിയതിനാൽ മധുമിയ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് നാട്ടിലേക്ക് പോവുകയായിരുന്നു. മധുമിയയ്ക്ക് പോകാൻ അക്കമ്മ ക്യാബ് ബുക്ക് ചെയ്യും. രുക്മാംഗദനായിരുന്നു കോള് വന്നതും. പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യില്ല. വീണ്ടും അക്കമ്മ ട്രൈ ചെയ്യും. കിട്ടുന്നതേയില്ല. ഇന്നെന്റെ ഭർത്താവിന്റെ പിറന്നാളാണെന്ന് പറയുമ്പോൾ അക്കമ്മ എന്തായി പറയുന്നത്? പിറന്നാളോ? ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അയാളുടെ കട്ടിലും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിന് അക്കമ്മ മറുപടി പറഞ്ഞത്, അയ്യോ, അദ്ദേഹത്തിനെ നാട്ടിൽ മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ടായതുകൊണ്ട് ഞാനാ ഉപേക്ഷിച്ച്, അല്ലാതെ എന്നെ അദ്ദേഹമല്ലെന്ന് പറയും. അക്കമ്മയുടെ മനസ്സിൽ പുറത്തു കാണാത്ത വിഷമമുണ്ട്. മധുമിയ വീട്ടിലെത്തി ആ വിവരം അമ്മ അച്ഛനോട് പറയും. പക്ഷെ അവളാണെങ്കിൽ വാതിൽ തുറക്കുന്നതുമില്ല, വീട്ടുകാരോട് മിണ്ടുന്നതുമില്ല. കിടക്കുവാൻ നേരം അമ്മ ചോദിക്കുന്നുണ്ട്, ഇതിനുവേണ്ടി നമ്മൾ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? അത് കേട്ട അച്ഛൻ പറയുന്നത്, നമ്മൾ ചിന്തിച്ചത് അവൾക്ക് തെറ്റായി തോന്നി കാണും, അതാണെന്ന് അച്ഛൻ പറയുന്നു. സർട്ടിഫിക്കറ്റും എടുത്ത് മധുമിയ വീണ്ടും തിരിച്ചെത്തി. അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന മധുമിയെ വീട്ടിലെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടേയിരുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടവും വിഷമവും മുക്കി വരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ അക്കമ്മയില്ലേ, അക്കമ്മയുടെ കട്ടിലിന്റെ ഒരു ഭാഗമാണെങ്കിൽ കാണാതെ പോയിരുന്നു, ചെറിയ കാലുപോലുള്ള ഭാഗം. എന്നാൽ അത് കിട്ടിയത് രുക്മാംഗദനായിരുന്നു. രുക്മാംഗദന്റെ കാറിലാണെങ്കിൽ മറന്നു വെച്ച് പോയിരുന്നു ഒരിക്കൽ അക്കമ്മ. അത് തിരികെ കൊടുത്തത് രുക്മാംഗദനായിരുന്നു. രുക്മാംഗദനോട് അക്കമ്മ ഒരുപാട് നന്ദിയും പറയുന്നുണ്ട്. മാത്രമല്ല, രുക്മാംഗദന് താമസിക്കുവാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന് ആശാരിയും ആ ഒരു വർക്ക്ഷോപ്പുകാരനും അക്കമ്മയോട് പറയുമ്പോൾ അക്കമ്മയുടെ ഫ്ളാറ്റിൽ താമസിക്കാമെന്നും അക്കമ്മ സമ്മതിക്കുന്നു. അടുത്ത ദിവസം മധുമിയ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അക്കമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും പകൽ സമയത്ത് ജോലിക്ക് പോകത്തില്ലേ? അപ്പോൾ ആ സമയം മാത്രം താമസിക്കുവാനായിട്ട് ഒരാൾ വരും. അവർക്ക് നൈറ്റാണ് ജോലി. ആ കുറച്ചു നേരം ഒന്നുറങ്ങാൻ. വേറൊരു ശല്യവും നിനക്കുണ്ടാവത്തില്ല. അത് നിന്റെ ഫ്ളാറ്റ് തന്നെയാ. അപ്പോൾ മധുമിയാണെങ്കിൽ താൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലോ? അപ്പോൾ നീ വരികയാണെങ്കിൽ എന്റെ ഫ്ളാറ്റിൽ വന്ന് കിടന്നു എന്ന് പറയും. ആണാണോ പെണ്ണാണോ വരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അക്കമ്മയാണെങ്കിൽ അതൊരു പെണ്ണാണെന്ന് കള്ളം പറയുന്നു. അങ്ങനെ രുക്മാംഗദൻ മധുമിയുടെ ഫ്ളാറ്റിലേക്ക് താമസിക്കുവാനായും എത്തി. പകൽ സമയങ്ങളിലെല്ലാം രുക്മാംഗദൻ ഫ്ളാറ്റിൽ കിടന്നുറങ്ങും. ആ സമയം മധുമിയ ജോലിക്കും പോകും. രാത്രി രുക്മാംഗദൻ വണ്ടി ഓടിക്കുവാനായും പോകും. അപ്പോൾ മധുമിയാണെങ്കിൽ ഫ്ളാറ്റിലേക്കും വരും. എന്നാൽ ആ ഒരു ഫ്ളാറ്റിലാണെങ്കിൽ ആരും താമസിച്ചിരുന്നതിന്റെ യാതൊരുവിധ സൂചനയും രുക്മാംഗദൻ കൊടുത്തതേയില്ല. എന്തെന്നാൽ ബെഡൊന്നും ചുളുങ്ങിയിട്ട് പോലുമില്ല, ഒരു സാധനങ്ങൾ പോലും അവിടെ നിന്ന് മാറിയിട്ട് പോലുമില്ല. അതെല്ലാം മധുമിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മധുമിയ എപ്പോഴും അക്കമ്മയുടെ അടുത്ത് വന്നിട്ട് അവിടെ യഥാർത്ഥത്തിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ, അതാരാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അക്കമ്മയാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. ആണാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ മധുമിയയ്ക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ എന്നൊരു പേടി അക്കമ്മയ്ക്കുണ്ട്. കാര്യം ഈ അക്കമ്മയ്ക്ക് മധുമിയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കൽ ജോലി കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന മധുമിയെ രുക്മാംഗദനെ ഓടിക്കുന്ന ആ ഒരു ഗുണ്ടകളുണ്ടല്ലോ, ആ പലിശക്കാര്, അവരാണെങ്കിൽ മധുമിയെ ഓടിക്കുന്നു. മധുമിയ ഒരുവിധം ഓടിയാണെങ്കിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വരും. അവൾ അവിടെ തെന്നി വീഴുകയും ഒക്കെ ചെയ്യുന്നു. ആ ഗുണ്ടയാണെങ്കിൽ പിന്നാലെ വരും. എന്നാൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ രുക്മാംഗദനെത്തും. മധുമിയ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആ ഒരു ഗുണ്ടയും രുക്മാംഗദനും തമ്മിൽ ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിൽ രുക്മാംഗദന് കുത്തും കിട്ടുകയാണ്. എന്നാൽ അവിടെ നിന്ന് പേടിച്ചോടി ആ ഒരു ഗുണ്ടയാണെങ്കിൽ വണ്ടിക്കടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. മധുമിത വല്ലാതെ പേടിച്ചിരുന്നു. അവൾ നേരെ അക്കമ്മയ്ക്കടുത്തേക്കാണ് വന്നത്. അവളാണെങ്കിൽ തന്റെ റൂമിൽ ആള് കാണുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. എനിക്ക് എന്റെ ബെഡിൽ കിടന്നാലേ ഉറക്കം വരൂ എന്ന് അക്കമ്മയോട് പറഞ്ഞു. അക്കമ്മ ആ ഒരു റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മധുമിതയെ അവിടേക്ക് കൊണ്ടുപോകും. അവൾ അവളുടെ കട്ടിലിൽ കിടന്ന് ഉറക്കമായി. കുറെ നേരം കഴിഞ്ഞ് എഴുന്നേറ്റ സമയത്ത് ബെഡിൽ നിറയെ ചോര. അവൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നതേയില്ല. അവൾ ഉടനെ തന്നെ അക്കമ്മയെ വിളിക്കും. അക്കമ്മ, ഈ ബെഡ് നിറയെ ചോര, എനിക്കറിയത്തില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്, എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് അവൾ കരയുവാനായും തുടങ്ങി. ഉടനെ തന്നെ അക്കമ്മ ആ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചു തിരക്കുന്ന സമയത്ത് അതോ അവനെ ഒന്ന് നെഞ്ചിടിച്ച് വീണതാ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അതാ ആ ബെഡിൽ മുഴുവൻ രക്തമായത്, അല്ലാതെ വേറൊന്നുമില്ല. അവൻ നാട്ടിലേക്ക് പോയെന്നും അക്കമ്മയോട് അയാൾ പറയുകയാണ്. അക്കാര്യം അക്കമ്മയും മധുമിതയോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അച്ഛനെയും അമ്മയും കാണണമെന്ന ആഗ്രഹം കാരണം മധുമിത നാട്ടിലേക്കും പോയി.
മധുമിതയുടെ അനുജത്തി ദേവു അച്ഛനടുത്തേക്ക് അച്ഛാ ദേ ചേട്ടൻ വന്നു. പക്ഷേ ചേച്ചി ഒന്നും മിണ്ടുന്നതൊന്നുമില്ല. അവർ തമ്മിൽ ഇനി വല്ല വഴക്കുമാകുമോ എന്നൊക്കെ അനുജത്തി വന്ന് അച്ഛനോട് പറയുന്നുമുണ്ട്. അച്ഛനാണെങ്കിലോ അവന് നല്ല ഫുഡ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ പറിച്ച് വീട്ടിലേക്കും പോകുന്നുണ്ട്. എന്നാൽ ആ ചേട്ടൻ ആരെന്നല്ലേ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, രുക്മാംഗദൻ തന്നെയായിരുന്നു. രുക്മാംഗദനും മധുമിതയും ഭാര്യ ഭർത്താക്കന്മാരാണ്. രുക്മാംഗദൻ കമ്പനി തുടങ്ങി അത് പൊട്ടിപ്പോയപ്പോൾ ഇപ്പോൾ പലിശക്കാരെല്ലാം അവനെ വേട്ടയാടുകയാണല്ലോ. രുക്മാംഗദനൊപ്പം ഒരുപാട് അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നതും. ഞാൻ ഒരു കള്ളവും നിന്നോട് പറഞ്ഞിട്ടില്ല. ദേ ഇപ്പോൾ വരെയും ഞാൻ പറയുന്നതെല്ലാം സത്യമാ. എന്റെ വയറ്റിൽ ദേ കുത്തു കിട്ടിയിട്ടുണ്ട്. ആ ഗുണ്ടയിൽ നിന്നും കുത്തു കിട്ടിയതാ. നിന്നെ ഞാൻ സേഫ് ആക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചാ ഞാൻ ദേ സിറ്റിയിലേക്ക് വന്നതും. ഇവിടെ എനിക്കൊരു വീട് താമസത്തിന് കിട്ടി. അവിടെ ഏതോ ഭാര്യ ഭർത്താവാണ് താമസിക്കുന്നതെന്നാ അവിടുത്തെ ആള് പറഞ്ഞത്. ഞാൻ പകൽ സമയങ്ങളിലെല്ലാം ആ ഒരു ഫ്ളാറ്റിൽ താമസിച്ചു. രാത്രികാലങ്ങളിൽ ഞാൻ ടാക്സി ഓടിക്കുവാനായും പോകും. അത് കേട്ടതും രുക്മാംഗദൻ ഉദ്ദേശിക്കുന്നത് തന്റെ ഫ്ളാറ്റ് ആണല്ലോ എന്ന് മധുമിയയ്ക്ക് മനസ്സിലായി. അക്കമ്മ ഈ രുക്മാംഗദനോട് ആ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണെന്നും കള്ളം പറഞ്ഞിരുന്നു. മധുമിയാണെന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരോടും അക്കമ്മ കള്ളമാണ് പറഞ്ഞത്. എന്നിട്ട് രുക്മാംഗദൻ പറയും, അവിടുത്തെ ഭിത്തിയിലൊക്കെ പൊട്ടൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നീ പണ്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് എന്റെ നെഞ്ചിൽ പൊട്ടൊട്ടിച്ചു വെക്കില്ലേ, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. ഞാനവിടെ താമസിച്ചിരുന്നു എന്ന് പോലും അവർക്ക് തോന്നാത്ത വിധമാ ഞാനവിടെ താമസിച്ചതും. പിന്നെ അവിടുത്തെ ബെഡിൽ നിന്നും എനിക്ക് തലമുടിയൊക്കെ കിട്ടും. പണ്ട് നിന്റെ മുടി ഞാനെടുത്ത് മോതിരം പോലെ ചുറ്റിവെക്കുന്നത് പോലെ ഞാൻ ആ തലമുടിയും എടുത്ത് മോതിരം പോലെ ചുറ്റിവെക്കും. അപ്പോഴെല്ലാം എനിക്ക് നിന്റെ ഓർമ്മകളാ വരുന്നത്. ദേ ഇപ്പോൾ പോലും ഞാൻ പറയുന്ന കാര്യം നീ കള്ളമെന്നാ കരുതുന്നത്. നീ എന്നെ വിശ്വസിക്കണ്ട. നീ ആഗ്രഹിച്ചതുപോലെ നീ അന്ന് എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ, അത് ദേ ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസും അവിടെ വെച്ചിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പോകുന്ന സമയത്ത് മധുമിയുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ കാറും അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതും. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടമായി. എന്നാൽ മറ്റൊരു വശത്ത് മധുമിയാണെങ്കിൽ നേരെ അക്കമ്മയെ വിളിക്കും. അക്കമ്മ എന്നോട് പറഞ്ഞത് അവിടെ താമസിച്ചത് ഒരു പെൺകുട്ടിയെന്നല്ലേ. പക്ഷെ അല്ല, ഞാൻ അറിഞ്ഞു. എന്തിനാ അക്കമ്മ എന്നോട് കള്ളം പറഞ്ഞത്? അവിടെ താമസിച്ച ആളില്ലേ, അതെന്റെ ഭർത്താവാ. അത് കേട്ട അക്കമ്മ ചോദിക്കുന്നത്, ആണോ? നിനക്ക് ഭർത്താവുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്താ നിന്റെ ഭർത്താവിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ രുക്മാംഗദൻ എന്ന് പേര് പറയും. അത് കേട്ടതും നല്ല പേര്. ഇത്രയും നാള് എന്റെ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചിട്ടേയില്ല. പക്ഷെ അതെല്ലാം സത്യങ്ങളായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ വിശ്വസിച്ചില്ല. അക്കമ്മയുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞല്ലേ അക്കമ്മ അറിഞ്ഞത്. ചിലപ്പോൾ അത് സത്യമല്ലെങ്കിലോ? അക്കമ്മയുടെ ഭർത്താവിനടുത്ത് പോയി സന്തോഷമായി ജീവിക്കണമെന്നും അവൾ പറയുന്നു. എന്നാൽ അത് കേട്ട് അക്കമ്മ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അക്കമ്മ പറയും, തന്റെ ഭർത്താവ് ജീവനോടെ ഇല്ല. അന്ന് അക്കമ്മ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ചില്ലേ, തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ. അത് കാരണം ആ ഒരു സങ്കടം സഹിക്കാനാകാതെ അക്കമ്മയോട് അവസാനമായിട്ട് പറയാനുള്ളതെല്ലാം ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അക്കമ്മയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അത് പറഞ്ഞ് അക്കമ്മ പൊട്ടിക്കരയും. എന്നിട്ട് അക്കമ്മ മധുമിയോട് പറയും, നിന്റെ ഭർത്താവ് ഇപ്പോൾ ജീവനോടെ ഇല്ലേ? പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പോൾ ജീവനോടെ ഇല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് സമയവും കിട്ടിയില്ല. ചെല്ല്, നീ നിന്റെ ഭർത്താവിനെ വിശ്വസിക്കെന്നും അക്കമ്മ പറയുന്നു. അത് കേട്ട് മധുമിയെ ഉറക്കെ കരയും. മധുമിയുടെ കരച്ചിൽ കണ്ട് അവളുടെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം റൂമിലേക്ക് വരും. അപ്പോൾ സഹോദരി പറയുന്നുണ്ട്, ചേച്ചി വേഗം ചെല്ല്, ചേട്ടൻ ഇപ്പോൾ കവലയിലെത്തി കാണത്തേയുള്ളൂ. അവൾ കാറും എടുത്ത് അവനടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും അവൻ കവലയിലെത്തിയതേ ഉള്ളായിരുന്നു. കവലയിലെത്തിയ അവൾ കാറിൽ നിന്നിറങ്ങി ഓടിപ്പോയവനെ കെട്ടിപ്പിടിച്ച് കരയും. രുക്മാംഗദനും ഒരുപാട് സന്തോഷമായി. അവിടെ നിന്നും അവരുടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് അക്കമ്മ ഇപ്പോഴും തന്റെ ഭർത്താവിനെ ഓർത്ത് കട്ടിലാണ് തന്റെ ഭർത്താവെന്ന് കരുതി ആ കട്ടിൽ കിടന്ന് സങ്കടമെല്ലാം പറഞ്ഞ് ജീവിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.